ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിത്ത് ബേബി സീസൺ 2ൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് പീറ്റിൻ്റെ ലാബിൽ ഇപ്പോൾ ചാർലീനെ വെച്ചിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ സമയം പീറ്റിന് ഒരു കോൾ വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു കോളിലുള്ള കാര്യം കേട്ട് കഴിയുന്നതും ഉടനെ തന്നെ ടച്ചിൻ്റെ അടുത്ത് ചാർലിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മെഷീൻ ഓഫ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ആ സമയം ക്രിസ് അങ്ങോട്ടേക്ക് വന്നിട്ട് അതിപ്പോൾ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ പീറ്റാണെങ്കിൽ പക്ഷേ അതിപ്പോൾ ഓഫ് ചെയ്തേ പറ്റത്തുള്ളൂ, കാരണം ബേബി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, ആ കാര്യം ഒന്ന് ചാർലിനെ അറിയിക്കണമെന്ന് പറയുമ്പോൾ ക്രിസ് ആണെങ്കിൽ പക്ഷേ പറ്റത്തില്ല, ഈ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയുമ്പോൾ വീണ്ടും പീറ്റ് പറയുന്നുണ്ട് ഈ ബേബി എന്ന് പറയുന്നത് ചാർലിയുടെ ബോയ് ഫ്രണ്ടാണ്, ആ ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് അല്ലേ ഒരാളുടെ ജീവൻ, അതുകൊണ്ട് തന്നെ ഞാൻ ഈ മെഷീൻ ഓഫ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ടച്ചിനോട് ആ ഒരു മെഷീൻ ഓഫ് ചെയ്യാൻ പറയുന്നുണ്ട്. എന്നാൽ ആ സമയം ക്രിസ് ദേഷ്യം വന്നിട്ട് അവിടെ നടന്നു പോകുന്നുമുണ്ട്. ഇതേ സമയം ആ ഒരു മെഷീൻ ഓഫ് ചെയ്ത് കഴിയുന്നതും ചാർലി കണ്ണു തുറന്ന് നോക്കുന്നുണ്ട്. ബേബി ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യം പീറ്റ് അവൻ അറിയിക്കുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ പീറ്റും ചാർലിയും കൂടെ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അലനും ജെഫും എല്ലാവരും തന്നെ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അലൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് പിന്നെ മറ്റൊരു വണ്ടി വന്ന് ഇടിച്ചതാണ്, ബേബിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, കൈക്ക് ചെറിയൊരു പൊട്ടലുണ്ട്, പിന്നെ ഡോക്ടർ വേറെ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഓക്കെ ആണെന്നാണ് പറഞ്ഞത്, അവനിപ്പോൾ റൂമിലുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ കയറി കാണാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. ചാർലി അപ്പോൾ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അലനും ജെഫും പറയുന്നുണ്ട് പോലീസുകാർ ക്യാമറ കണ്ടിട്ട് പറഞ്ഞത് ഒരു കാറ് വന്ന് ഇടിച്ചിട്ട് പോയെന്നാണ്, പക്ഷേ ഇത്രയും ശക്തമായിട്ട് ഇടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാറിലുള്ള ആൾക്കും എന്തെങ്കിലും അപകടം പറ്റണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം തന്നെ ചാർലി ആണെങ്കിൽ ഇത് ആരായിരിക്കും ചെയ്തത് എന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ട്. ആ സമയമാണ് ജെഫ് ഒരു കാര്യം അവരുടെ അടുത്ത് പറയുന്നത്, അത് പിന്നെ അത് മനഃപൂർവ്വം ആരും ചെയ്തിട്ടുള്ള കാര്യമാണെന്ന്. അത് കേൾക്കുമ്പോൾ എല്ലാവരും അവനെ നോക്കുന്നുണ്ട്, അതായത് നോർത്തും സോണിക്കും ഡീനും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അവനെ ഇങ്ങനെ നോക്കുന്നതും അവൻ പറയുന്നുണ്ട്, അതായത് എൻ്റെ പവർ എനിക്ക് തിരിച്ചു കിട്ടി, അപ്പോൾ എൻ്റെ ആ ഒരു പവറിൽ ഞാൻ ഫ്യൂച്ചർ കണ്ടിട്ടുണ്ടായിരുന്നു, ബേബിക്ക് ഇങ്ങനെ ആക്സിഡൻ്റ് ആവുന്നത്, അതാരോ മനഃപൂർവ്വം വന്ന് ഇടിച്ചതായിരുന്നു എന്നും പറയുന്നുണ്ട്. അലൻ ആ സമയം ജെഫിൻ്റെ അടുത്ത് വന്നിട്ട് നിനക്ക് നിൻ്റെ പവർ തിരിച്ചു കിട്ടിയോ, ഒരു വർഷമായിട്ട് നിൻ്റെ പവർ വർക്കിംഗ് അല്ലായിരുന്നല്ലോ, എപ്പോഴാണ് തിരിച്ചു വന്നത് എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് ദിവസം ആയിട്ടേ ഉള്ളൂ, എനിക്ക് ഫസ്റ്റ് കണ്ട വിഷനൊന്നും ഓർമ്മയില്ല, പക്ഷേ ബേബിക്ക് ഇതിൽ ആക്സിഡൻ്റ് ആവുന്നൊന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ് അലനപ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം കണ്ടപ്പോഴാണോ നീ എന്നെ കോൾ ചെയ്തിട്ട് ഉടനെ തന്നെ ബേബിയുടെ അടുത്ത് പോകാൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ജെഫ് അതേന്ന് പറയുന്നുണ്ട്. അലനപ്പോൾ നിനക്ക് ആ ഒരു പവർ കിട്ടിയ കാര്യം എന്താ എൻ്റെ അടുത്ത് പറയാത്തതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ വിചാരിച്ചു ആ ഒരു പവർ എനിക്ക് മുമ്പത്തെ പോലെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന്, പക്ഷേ പറ്റുന്നുണ്ടായിരുന്നില്ല, ഫസ്റ്റ് വിഷം മാത്രമായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്, എന്നാൽ പിന്നീട് ആ ഒരു വിഷനിൽ എന്താണോ സംഭവിക്കുന്നത് അതിനനുസരിച്ച് എൻ്റെ ബോഡിയിൽ എനിക്കാണെങ്കിൽ വേദന അനുഭവപ്പെടാൻ തുടങ്ങി. ബേബിയുടെ ആ ഒരു വിഷൻ കാണുന്ന ടൈമിനും എൻ്റെ ബോഡിയിൽ എനിക്ക് എന്തൊക്കെയോ വേദന തോന്നി, പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ബേബിക്ക് വണ്ടി ഇടിച്ചപ്പോൾ എന്ത് വേദനയാണ് ഉണ്ടായത് അതേ വേദനയാണ് എനിക്ക് ഉണ്ടായതെന്ന്. ഇതൊക്കെ ജെഫ് പറയുമ്പോഴത്തേക്കും അലനാണെങ്കിൽ ടെൻഷനായിട്ട് നോക്കുന്നുണ്ട്. പീറ്റും ചാർലിയും ശ്രദ്ധിച്ചെല്ലാം കേൾക്കുന്നുണ്ട്. എന്നിട്ട് പീറ്റ് പറയുന്നുണ്ട് നിൻ്റെ പവർ ഇത്രയും സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിനക്ക് ഫ്യൂച്ചർ മാത്രമല്ല കാണാൻ പറ്റുന്നത്, ഫ്യൂച്ചറിൽ എന്താണ് നടക്കുന്നത് അതിനനുസരിച്ചുള്ള ആ ഒരു വേദനയെല്ലാം നിൻ്റെ ബോഡിയിൽ നിനക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലേ, അത് ഭയങ്കര പ്രശ്നമാണ്, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് മരുന്ന് കണ്ടുപിടിക്കണമെന്ന് പറയുന്നുണ്ട്. ഇതേസം അലനാണെങ്കിൽ നിനക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടും നീ എന്താ എൻ്റെ അടുത്ത് പറയാത്തെ, നിനക്ക് എന്തെങ്കിലും പറ്റിയിട്ട് പറയാമെന്ന് വിചാരിച്ചാണോ നീ ഇരുന്നേന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് അലൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. ജെഫ് സമയം എന്ത് ചെയ്യണമെന്ന് അറിയൂടാൻ നിൽക്കുമ്പോൾ ഡീനും നോർത്തും എല്ലാവരും അലൻ്റെ പുറകെ പോകാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ജെഫ് അവനെ ഫോളോ ചെയ്ത് പുറകെ പോകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ബേബിക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബോധം വരുന്നുണ്ട്. ആ സമയം ചാർലി അവൻ്റെ അടുത്തുണ്ടായിരുന്നു. അങ്ങനെ ചാർലി നീ ഇപ്പോൾ ഓക്കെ ആണോ, കൈ വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, ചെറിയ വേദനയുണ്ട്, എന്നെ വണ്ടി ഇടിച്ച ആളാ, ഞാൻ വെറുതെ വിടത്തില്ല, അത് ആരാ നിങ്ങൾക്ക് മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ചാർലി നീ ഉണർന്നതേ ഉള്ളൂ, അപ്പം തന്നെ നീ അയാൾ അടിക്കാൻ കണക്കാക്കി നിൽക്കുകയാണോ, അല്ലാണെങ്കിൽ പോലീസിനോട് സംസാരിച്ചു, പിന്നെ CCTV ചെക്ക് ചെയ്തു, പക്ഷേ ആളാരാണെന്ന് ഇതുവരെയായിട്ട് മനസ്സിലായില്ല, കുഴപ്പമില്ല, ആ ആൾ ആരാണെങ്കിലും പെട്ടെന്ന് തന്നെ അയാളെ കണ്ടുപിടിച്ച് ഞാൻ അയാളുടെ കാര്യത്തിൽ തീരുമാനമാക്കിക്കൊള്ളാമെന്ന് ചാർലി പറയുന്നുണ്ട്. എന്നിട്ട് ബേബി കഴിക്കാനായിട്ട് അവനിങ്ങനെ ഓറഞ്ചൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ആ സമയം ബേബി ചോദിക്കുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ എവിടെയാണെന്ന്. ആ സമയം ചാർലി എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു, എന്നാൽ ആ സമയത്ത് നീ ഉണർന്നിട്ടുണ്ടായിരുന്നില്ല, ഞാൻ പിന്നെ അവരുടെ അടുത്ത് പൊക്കോളാൻ പറഞ്ഞിട്ട് അവർ പറഞ്ഞു വിട്ടു എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന ഗ്യാരേജാണ്. അവിടെ ഇപ്പോൾ ജെഫ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻ നോക്കുന്ന മൊത്തം അലനെയാണ്, കാരണം ജെഫാണെങ്കിൽ അവൻ്റെ പവർ വന്ന കാര്യം അലനോട് തുറന്ന് പറയാത്തതിൻ്റെ ആ ഒരു ദേഷ്യം ഇപ്പോഴും അലനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഇപ്പോഴും ജെഫിനെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അലനെ അവനെ കൊണ്ട് മിണ്ടിപ്പിക്കണമെന്ന് കരുതിയിട്ട് ജെഫാണെങ്കിൽ പല അടവും ട്രൈ ചെയ്യുന്നുണ്ട്, എന്നാൽ ഒന്നും വർക്കാവുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ജെഫാണെങ്കിൽ അയ്യോ എൻ്റെ കൈയെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പെട്ടെന്ന് സൗണ്ട് ഉണ്ടാക്കുകയാണ്. പേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ അലൻ അവൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് നീ ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയമാണ് ജെഫ് ഇത് ചുമ്മാ കാണിച്ചാണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ അലൻ തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ ജെഫ് അവൻ്റെ കൈ പിടിച്ചിട്ട് നമുക്ക് സംസാരിച്ച് കാര്യം എന്താണെന്ന് വെച്ചാൽ സോൾവ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ആ സമയം അലനാണെങ്കിൽ സംസാരിക്കേണ്ട കാര്യങ്ങൾ നീ സമയത്തിന് എൻ്റെ അടുത്ത് പറഞ്ഞില്ല, ഞാൻ നിൻ്റെ ബോയ് ഫ്രണ്ട് അല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീ എൻ്റെ അടുത്തല്ലേ പറയേണ്ടത്, നീ ഒരു ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൾ ഏത് രീതിയിലാണ് കണക്കാക്കുന്നത്, എന്തെങ്കിലും ആവശ്യകാര്യം ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയണ്ടേന്ന് പറയുന്നുണ്ട്. ആ സമയം ജെഫ് അത് പിന്നെ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ
ചെയ്യാതിരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അലനാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ട് എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തിലാവുന്നത് എന്തിനും എപ്പോഴും കൂടെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് പറയേണ്ടയില്ലേ, എന്നിട്ട് നീ അത് എൻ്റെ അടുത്ത് മറച്ചു വെച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് അലനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. ജെഫിനാണെങ്കിൽ സങ്കടവും വരുന്നുണ്ട്. പിന്നീട് ചാർലി ആണെങ്കിൽ ജെഫിനെയും കൊണ്ട് പീറ്റിൻ്റെ ലാബിൽ വന്നിട്ടുണ്ടായിരുന്നു. ജെഫിൻ്റെ ബോഡിയിൽ 2-3 ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്രിസ് നോക്കിയിട്ട് പറയുന്നുണ്ട് അവൻ്റെ പവർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ഇത് എവിടെ അവസാനിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അവൻ്റെ ബോഡിയിൽ ഇപ്പോൾ അവൻ കാണുന്ന വിഷനിലുള്ള ആൾക്ക് എന്താണ് സംഭവിക്കുന്നത് ആ പെയിൻ അവനും അറിയാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് ചാർലി. അപ്പോൾ അവൻ കാണുന്ന വിഷനിലുള്ള ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിഷൻ കാണുന്ന ഇവന് എന്തെങ്കിലും പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ക്രിസ് മേ ബി അവനും എന്തെങ്കിലും സംഭവിച്ചേക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ജെഫ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ജെഫ് പറയുന്നുണ്ട് എനിക്ക് മരിക്കണ്ടാന്ന്. പീറ്റ് ആ സമയം എങ്കിൽ പിന്നെ നമുക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു പവർ നശിപ്പിക്കാനുള്ള മരുന്ന് കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ജെഫിനെ ഇപ്പോൾ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ, നമുക്കത് അത്യാവശ്യമാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന ടോണിയാണ്. ടോണി അവിടെ ഇരിക്കുന്ന സമയത്ത് ടോണിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ അയാൾ വന്നിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ബേബി ഹോസ്പിറ്റലിലാണെന്ന് പറയുന്നുണ്ട്. ആ സമയം അങ്ങോട്ടേക്ക് വിന്നറും വരുന്നുണ്ട്. വിന്നർ ഇപ്പോൾ ടോണിയുടെ കൂടെ അയാളുടെ വലങ്കൈ എന്നുള്ള രീതിയിൽ നടക്കുവാണ്. അപ്പോൾ വിന്നർ വിചാരിച്ചിരുന്നത് ടോണിക്ക് ബേബിനെ കൊല്ലണമെന്നായിരുന്നു. എന്നാൽ ബേബി ഇപ്പോൾ മരിച്ചിട്ടില്ല, ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്ന് കരുതുമ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ട് വേണമെങ്കിൽ ആ ഒരു പരിപാടി ഞാൻ ചെയ്യാമെന്ന്. എന്നാൽ ടോണിയാണെങ്കിൽ വേണ്ട, അവനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല, ജസ്റ്റ് അവനാണെങ്കിൽ ഒന്ന് അനുഭവിക്കണം, ഒന്ന് കഷ്ടപ്പെടണം, എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ, അത് കാണുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷമാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ആ ഒരു കാര്യം വന്ന് പറഞ്ഞ് അയാൾ പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് വിന്നറിൻ്റെ അടുത്ത് ടോണി എന്തോ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ വിന്നർ പിന്നെ പോകുന്ന സമയത്ത് ആ ഒരാൾ പോയിട്ടുണ്ടായിരുന്നില്ല, അവിടെ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വിന്നറിനെ കാണുമ്പോഴത്തേക്കും അയാൾ അവനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ടോണി എൻ്റെ അടുത്ത് എന്താ സംസാരിച്ചതെന്ന്. ആ സമയം വിന്നർ അത് പിന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനായിട്ട് എൻ്റെ അടുത്ത് ടോണി ഏൽപ്പിച്ചു, ഞാനിപ്പോൾ ടോണിയുടെ വലം കൈയിനെ പോലെയാണ് നിൽക്കുന്നത്, ഉടനെ തന്നെ ഞാനാണെങ്കിൽ ശരിക്കും ടോണിയുടെ കൂടെ നിൽക്കേണ്ട ആളാവും എന്ന് പറയുന്നുണ്ട്. ആ സമയം അയാളാണെങ്കിൽ ആ ഓക്കെ അതിന് നീ നന്നായിട്ട് ശ്രമിക്കണം, നീ എന്നെ കണ്ടു പഠിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അവനിപ്പോൾ ആ ഓക്കെ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അടുത്ത് വീണ്ടും ബേബിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ ബെഡിൽ ഇങ്ങനെ കിടക്കുന്ന ടൈമിൽ റൂമിൽ ചാർലി ഉണ്ടായിരുന്നില്ല. ആ സമയം അവനെ കാണാനായിട്ട് വില്ലി വരുന്നുണ്ട്. എന്നാൽ ചാർലിയാണെന്ന് കരുതിയിട്ട് ബേബി സംസാരിക്കുന്നുമുണ്ട്. എന്നാൽ തിരിച്ച് വന്ന മറുപടിയിൽ അത് ചാർലിയുടെ ശബ്ദമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ബേബി തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവൻ വില്ലീനെ കാണുന്നത്. അങ്ങനെ വില്ലീനെ കാണുന്നതും നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. വില്ലിയപ്പോൾ അത് പിന്നെ നിങ്ങളെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് അവൻ കൊണ്ടുവന്ന പൂക്കളൊക്കെ അവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് ബേബിക്ക് കഴിക്കാനായിട്ട് ചാർലി എടുത്ത് വെച്ചിരുന്ന ഓറഞ്ചൊക്കെ ഇവ എടുത്ത് കഴിക്കുന്നുണ്ട്. ബേബി അപ്പോൾ കണ്ടു കഴിഞ്ഞില്ലേ പോകാൻ പറയുമ്പോൾ വില്ലിയാണെങ്കിൽ എന്തിനാ എന്നെ ഇങ്ങനെ പറഞ്ഞു വിടാൻ നോക്കുന്നത്, നിൻ്റെ ബോയ് ഫ്രണ്ട് എവിടെ, നീ ഇത്രയും ആക്സിഡൻറ്റിനെ പറ്റി ഇവിടെ കിടക്കുമ്പോൾ നിന്നെ ഇട്ടിട്ട് അവൻ പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബേബി അപ്പോൾ നീ നിൻ്റെ പണി നോക്കി പോ, എന്തിനാ എൻ്റെ ആട്ടി ഇടപെടാൻ വരുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം വില്ലിയാണെങ്കിൽ നിനക്ക് ഭയങ്കര ആറ്റിറ്റ്യൂഡാണല്ലോ, നിൻ്റെ ബോയ് ഫ്രണ്ട് പറഞ്ഞോ വേറെ ആണുങ്ങളെയൊന്നും കാണാൻ പാടില്ല, അതുകൊണ്ടാണോ എന്നെ ഒഴിവാക്കി വിടാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ബേബി അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. ആ സമയം വില്ലിയാണെങ്കിൽ എഴുന്നേറ്റ് ബേബിയുടെ തൊട്ടടുത്തായിട്ട് അതായത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് ബേബിയുടെ അടുത്ത് അപ്പം നമ്മൾ ഒരുമിച്ചെടുത്ത് സെൽഫി ചാർലി ഇതിലായിട്ട് കണ്ടില്ലേ, അവൻ ഉറപ്പായിട്ടും കണ്ടു കാണുമല്ലോ, ഞാനാണെങ്കിൽ നിന്നെ അതിൽ ടാഗും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. ബേബി ഇപ്പോൾ അത് കണ്ടിരുന്നെങ്കിൽ അവൻ അതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചേനെ, ഇനിയിപ്പോൾ നീ നിൻ്റെ കാര്യം നോക്കിപ്പോൾ അറിയാണ്ടെല്ലാം അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതും പറഞ്ഞിട്ട് ബേബി തിരിഞ്ഞിരിക്കുന്നതും പെട്ടെന്ന് തൊട്ടടുത്തേക്ക് അതായത് ബേബി തിരിഞ്ഞ സൈഡിലേക്ക് വില്ലി വന്നിരിക്കുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്കും ബേബി ഒന്ന് ഞെട്ടുന്നുണ്ട്. കാരണം ഓപ്പോസിറ്റ് ഇരുന്ന വില്ലി ഒന്ന് കറങ്ങി നടന്നു പോലും വരാതെ ഇപ്പുറത്തെത്തിയിട്ടുണ്ട്. ഇവർക്കെല്ലാവർക്കും ഓരോ പവേഴ്സ് ഉള്ള കാര്യം നമ്മൾ ഈ നേരം കൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഒരുപക്ഷെ വില്ലിക്കും ഇതുപോലെ എന്തെങ്കിലും പവർ ഉണ്ടായിരിക്കും, അതെന്തായാലും പിന്നീടായിരിക്കും റിവീലാവാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ബേബി അത് കാണുമ്പോൾ ഒന്ന് ഷോക്കാവുന്നുണ്ട്. ആ ടൈമിൽ തന്നെ വില്ലിയാണെങ്കിൽ നിൻ്റെ ബോയ് ഫ്രണ്ട് ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ പിന്നെ ഞാൻ നിന്നെ ഇപ്പോൾ തൽക്കാലം നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ബേബിയുടെ അടുത്ത് ക്ലോസ് ആയി ചെല്ലുന്നുണ്ട്. എന്നാൽ ആ സമയമാണ് കറക്റ്റ് ചാർലി വരുന്നത്. അങ്ങനെ വില്ലിയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് വന്നതാണ്, നമ്മളെല്ലാവരും റേസിങ് ചെയ്യുന്നവരല്ലേ, അപ്പോൾ പിന്നെ ഒരാൾക്ക് അപകടം പറ്റുമ്പോൾ കാണാനൊക്കെ വരണ്ടേന്നെങ്കിലും പറഞ്ഞിട്ട് വില്ലി അങ്ങ് പോകുന്നുണ്ട്. അതിനുശേഷം ബേബിയും ചാർലിയും കൂടെ ആയിട്ട് ഹോസ്പിറ്റലിൽ എന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ആ സമയം ചാർലി പറയുന്നുണ്ട് ഞാനാണെങ്കിൽ നിന്നെ ഇട്ടിട്ട് പോകാൻ പാടില്ലായിരുന്നു, നേരത്തെ വരേണ്ടതായിരുന്നു എന്നൊക്കെ. ബേബി അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, നിനക്ക് വർക്കുള്ള കാര്യം എനിക്കറിയാമെന്നുള്ളതല്ലേ, നീ അതുകൊണ്ട് അതോർത്ത് ടെൻഷനാവണ്ടെന്ന് പറയുന്നുണ്ട് ചാർലി. അപ്പോൾ പക്ഷേ ഞാനില്ലാത്ത സമയത്ത് നിൻ്റെ അടുത്തേക്ക് വേറെ ആരെങ്കിലും വന്ന് കളയോന്നും നീ എന്നെ വിട്ടിട്ട് മറ്റേടത്തെങ്കിലും പോയി കളയോന്നും എനിക്ക് പേടിയുണ്ടെന്ന് പറയുന്നുണ്ട്. ബേബി അപ്പോൾ എന്താ നീ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ വില്ലി നിൻ്റെ പുറകെ അടക്കല്ലേ, അന്ന് നീ ബാറിൽ പോയ സമയത്തായാലും നീ വില്ലീനെ കണ്ടില്ലേ, എന്നിട്ട് നീ അത് എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ബേബി ആണെങ്കിൽ അത് പിന്നെ അന്ന് അവനെ ഞാൻ കണ്ടു, പക്ഷേ അവനാണെങ്കിൽ എൻ്റെ അടുത്ത് ഫ്ലേർട്ട് ചെയ്തപ്പോൾ ഞാൻ തടയാണ് ചെയ്തത്, തിരിച്ച് ഫ്ലേർട്ട് ചെയ്തില്ല. അതേപോലെ തന്നെ ഒരു റേസിങ്ങിൽ തോൽപ്പിച്ചിട്ട്
ഇനി എൻ്റെ പുറകെ വരരുതെന്നും ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ അടുത്ത് പിന്നെ സംസാരിക്കാൻ നിൽക്കാത്തതെന്ന് പറയുന്നുണ്ട് ചാർലി. അപ്പോൾ പക്ഷേ എന്നെക്കാളും സ്മാർട്ടായിട്ടും അടിപൊളിയായിട്ടുള്ളൊരു ചെക്കൻ വന്നു കഴിഞ്ഞാൽ നീ അവനെ സ്നേഹിച്ചാലോ എന്നിങ്ങനെ പറയുമ്പോൾ ബേബി ഒരിക്കലും ഇല്ല. എന്തൊക്കെ സംഭവിച്ചാലും അതിപ്പോൾ വില്ലിയാണെങ്കിൽ എന്ത് അടിപൊളിയാണെന്ന് പറഞ്ഞാലും നിൻ്റെ അടുത്തൊന്നും വരത്തില്ല അവൻ. ഞാനാണെങ്കിൽ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, അത് ഞാൻ വെറുതെ പറയുന്ന കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ചാർലീനെ ഹഗ് ചെയ്തിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നൈറ്റ് പീറ്റാണെങ്കിൽ തിരിച്ചെൻ്റെ വീട്ടിലേക്ക് വരുന്നതാണ്. വരുന്ന സമയത്ത് അവൻ അവിടെ കെൻറ്റേനെ കാണുന്നുണ്ട്. ഡീന് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഗ്യാരേജിലോട്ടൊക്കെ ചെന്നപ്പോഴത്തേക്കും അവനെന്തായാലും അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ കാര്യവും കെൻറ്റ ജയിലിൽ നിന്ന് ഇറങ്ങിയ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ കെൻറ്റേനെ ഇവിടെ വെച്ച് കാണുന്നത് പീറ്റ് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ കെൻറ്റേനെ കാണുമ്പോൾ ഒന്ന് ഷോക്കാവുന്നുണ്ട്. കെൻറ്റ അപ്പോൾ ഞാനൊക്കെ ജയിലിൽ നിന്ന് ഇറങ്ങിയ കാര്യം നീ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ പീറ്റാണെങ്കിൽ നീ ഇപ്പോൾ ആരുടെ കൂടെ കൂടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ ആ സമയം ഞാനിപ്പോൾ ആരുടെയും കൂടെ കൂടിയിട്ടില്ല, പക്ഷേ ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ അത് വിശ്വസിച്ചെന്ന് വരത്തില്ല, പക്ഷേ എനിക്കത് പറഞ്ഞേ പറ്റുള്ളൂ. ഞാനിപ്പോൾ വന്നതിന് കാരണം നിങ്ങളെല്ലാവരും ശരിക്കും അപകടത്തിലാണ്, അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്, നീ വിശ്വസിക്കണം. അവൻ തിരിച്ചു വന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം ഫസ്റ്റ് പീറ്റിന് മനസ്സിലാവുന്നില്ല. എന്നാൽ കെൻറ്റ ആണെങ്കിൽ അത് ടോണിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പീറ്റിനെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ടോണീനെയാണ്. ടോണി ഇപ്പോൾ അയാൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു ലാബിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്തിട്ട് ഏതൊക്കെയോ ആൾക്കാരിൽ എന്തൊക്കെയോ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തിൻ്റെ എക്സ്പെരിമെൻ്റാണ് എന്നൊന്നും അറിയുന്നില്ല. അതൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോയെന്നും ടോണിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം പീറ്റിൻ്റെ വീട്ടിലേക്ക് അലനെയും ജെഫിനെയും ബേബിയും ചാർലീനെയും ഒക്കെ വിളിച്ചു വരുത്തിയിരിക്കുന്നതാണ്. ആ സമയം എന്തിനാണ് വിളിച്ചു വരുത്തിയെന്ന് അവർ ചോദിക്കുമ്പോഴാണ് കെൻറ്റ അവരുടെ മുന്നിലേക്ക് വരുന്നത്. കെൻറ്റേനെ കാണുന്നതും അവരെല്ലാവരും ഷോക്കായിട്ട് കെൻറ്റ നീ എപ്പോഴാണ് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം കെൻറ്റ അവരോട് പറയുന്നുണ്ട്, നിങ്ങളോട് എല്ലാവരുടെ അടുത്തും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ടാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത് തന്നെ. അത് പിന്നെ ടോണി ജീവനോടെ ഉണ്ട്. നിങ്ങളൊന്നും വിശ്വസിക്കത്തില്ല എന്നറിയാം, പക്ഷേ ആ ഒരു കാര്യം ഞാനും നേരിട്ട് കണ്ടത് തന്നെയാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ടോണീനെ കൊല്ലുന്നവരിൽ ഒരാൾ ഞാനും ആയിരുന്നതാണ്. പക്ഷേ അയാൾ എങ്ങനെ ജീവനോടെ വന്നൊന്നും എനിക്കും അറിയത്തില്ല. എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും ബേബിയൊക്കെ ചോദിക്കുന്നുണ്ട്, നീ കള്ളം പറയുന്നതാണെങ്കിലോ ഞങ്ങളെങ്ങനെ നിന്നെ വിശ്വസിക്കുമെന്ന്. ആ സമയം പീറ്റും പറയുന്നുണ്ട്, ഈ ഒരു സിറ്റുവേഷനിലേക്ക് എൻ്റെ പറയുന്നത് സത്യമാവാനേ ചാൻസ് ഉള്ളൂ, അത് കള്ളമാണെന്ന് തോന്നുന്നില്ല എന്ന്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഗ്യാരേജിലാണ്. എല്ലാവരും ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ഡീനാണെങ്കിൽ ജെഫിൻ്റെ അടുത്ത് വന്നിട്ട് നീ അലനോട് സംസാരിച്ച് പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെയായിട്ടില്ല, ഞാൻ അത് ഉടനെ ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കും ഡീനാണെങ്കിൽ ഇനി എപ്പോൾ ചെയ്യാനാ, അങ്ങോട്ട് പോയേ, വർക്കിൻ്റെ കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി എന്തെങ്കിലും സംസാരിച്ച് ഒന്ന് പിണക്കമൊക്കെ മാറ്റാനായിട്ട് പറയുന്നു. അങ്ങനെ ജെഫ് നേരെ അലൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. എന്തോ ഒരു ബോർഡൊക്കെ കൊടുത്തിട്ട് പേപ്പർ സൈൻ ചെയ്യാനുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ അതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് ഇപ്പോഴും ദേഷ്യമാണോ, എൻ്റെ അടുത്ത് മിണ്ടത്തിൻ്റെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അലനാണെങ്കിൽ നീ എൻ്റെ അടുത്ത് നിന്ന് വേറെ എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ, ടോണി ജീവനോടെ ഉണ്ടായിരുന്ന കാര്യം നിനക്ക് അറിയാമായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ജെഫ് എനിക്കതൊന്നും അറിഞ്ഞുകൂടായിരുന്നു, എന്നെ ഇങ്ങനെ സംശയിക്കല്ലേ എന്ന് പറയുമ്പോൾ അലനാണെങ്കിൽ എങ്ങനെ സംശയിക്കാതിരിക്കുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ജെഫിൻ്റെ അടുത്തുള്ള ഒരു പിണക്കും ദേഷ്യമൊന്നും മാറാതെ തന്നെ അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. വീണ്ടും അടുത്ത് കെൻറ്റേനെ കാണിക്കുമ്പോൾ ഇപ്പോൾ പീറ്റാണെങ്കിൽ കെൻറ്റേരുടെ അടുത്ത് പറയുന്നുണ്ട്, ടോണി ജീവനോടുള്ള കാര്യം നീ ഞങ്ങളെയൊക്കെ അറിയിക്കുമെന്ന് ഒരുപക്ഷെ ടോണിക്ക് അറിയായിരിക്കും, അതുകൊണ്ട് തന്നെ നിൻ്റെ ജീവൻ അപകടത്തിലാവാൻ ചാൻസ് ഉണ്ട്, നിന്നെ എവിടെയെങ്കിലും സേഫായിട്ട് മാറ്റണമെന്ന്. ആ സമയമൊക്കെ എന്താ നിങ്ങൾ എന്നെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ പീറ്റാണെങ്കിൽ ഇല്ല, അത് ശരിയാകത്തില്ല, നിനക്ക് എന്തെങ്കിലും പറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, അതുകൊണ്ട് തന്നെ നിന്നെ സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റണമെന്ന് വീണ്ടും പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഗ്യാരേജിൽ ഈവനിങ് ആകുമ്പോഴത്തേക്കും ബേബിയും ചാർലിയും അലൻ, ജെഫ്, നോർത്ത്, സോണിക് എല്ലാവരും കൂടെ ആയിട്ട് ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നതാണ്. ആ ഒരു ടൈമിന് ടോണി തന്നെയായിരിക്കും ബേബിക്ക് ഈ ആക്സിഡൻറ്റ് ഉണ്ടാവാൻ കാരണക്കാരൻ എന്നൊക്കെ പറയുന്നുണ്ട്. അലനോട് പോലീസുകാരോട് സംസാരിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ അലൻ പറയുന്നുണ്ട് CCTV അന്വേഷിച്ചിട്ട് അതിലാണെങ്കിൽ ഒരു ഫുട്ടേജും കിട്ടുന്നില്ല, എല്ലാം ഓൾറെഡി ആരൊക്കെയോ റിമൂവ് ചെയ്തിട്ടുണ്ടെന്ന്. ആ സമയം ചാർലിയൊക്കെ പറയുന്നുണ്ട് ടോണിക്ക് പോലീസുകാരൊക്കെ ആയിട്ട് അത്രയും കണക്ഷൻ ഉണ്ടോയെന്ന്. ആ സമയം സോണിക്ക് പറയാണ് അയാൾ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം തന്നെ നമ്മുടെ അടുത്തുനിന്ന് മറച്ചു വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആരൊക്കെയായിട്ട് കണക്ഷൻ ഉണ്ടാവും, ഒരുപക്ഷെ അയാൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടായിരിക്കും ബേബിക്ക് ഈ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാക്കിയത്, അയാളെ നമുക്ക് കണ്ടുപിടിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഡീനാണെങ്കിൽ ഒരുപക്ഷെ ജെഫിൻ്റെ പവർ വെച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്ന് ചോദിക്കുമ്പോൾ ജെഫാണെങ്കിൽ ഞാൻ കണ്ട ഫ്യൂച്ചറിൽ അയാളുടെ മുഖം എനിക്ക് കാണാൻ പറ്റിയില്ല, പക്ഷേ വണ്ടി ഓട്ടിച്ച ആൾ ഒറ്റ കൈ വെച്ചാണ് വണ്ടി ഓട്ടിച്ചതെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ബേബിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. എന്നിട്ട് ബേബിയാണെങ്കിൽ അയാളെ ഞാൻ എന്തായാലും കണ്ടുപിടിച്ചിട്ട് നല്ലൊരു പണി കൊടുക്കുമെന്ന് തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം ബേബി അവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങുന്നതും ചാർലി അവൻ്റെ പുറകെ പോയിട്ട് നീ എന്താ ആലോചിച്ചുകൊണ്ടിരുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ബേബി പറയുന്നുണ്ട് എനിക്ക് ഈ വില്ലീനെയാണ് സംശയം, അവനാണോ എന്നെ വണ്ടി ഇടിപ്പിച്ചതെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്, അതെനിക്ക് പ്രൂവ് ചെയ്യണം, പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനവനെ വെറുതെ വിടത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ചാർലി വേണമെങ്കിൽ ഞാൻ അത് ചെയ്യാമെന്ന് പറയുന്നുണ്ട്, കാരണം ബേബിയുടെ കൈ പൊടുങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ. പക്ഷേ ബേബി പറയുന്നുണ്ട് കുഴപ്പമില്ല, നിനക്കാണെങ്കിൽ ആ ഒരു പവറെല്ലാം മാച്ച് കളയാൻ പറ്റുന്ന ആ ഒരു മരുന്ന് കണ്ടുപിടിക്കണ്ടേ, അപ്പം നീ അതിൻ്റെ കാര്യം നോക്കിക്കോ, ഇക്കാര്യം ഞാൻ നോക്കിക്കോളാം, പിന്നെ എനിക്ക് അടുത്ത റേസിൽ എൻ്റെ കൈ ഒടുങ്ങിയിരിക്കുവാണെങ്കിലും എങ്ങനെയെങ്കിലും പങ്കെടുക്കണം, അതുകൊണ്ട് തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ടും വർക്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ചാർലി അപ്പോൾ എനിക്ക് പിന്നെ നീ നല്ല ട്രസ്റ്റ് എടുക്കണമെന്നൊക്കെ പറയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത്
പീറ്റ് കെൻറ്റേനെ നേരെ കിമ്മിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നേക്കുന്നതാണ്. ആ സമയം കിമ്മാണെങ്കിൽ എന്തിനാ ഇപ്പോൾ ഇവനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ കുറച്ച് ദിവസത്തേക്ക് കെൻറ്റേനെ നിൻ്റെ അവിടെ നിർത്തണം, അതാകുമ്പോൾ അവന് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന് പറയുമ്പോൾ കിമ്മാണെങ്കിൽ പക്ഷേ ഞാനിപ്പോൾ എക്സ് ഹണ്ടേഴ്സിൻ്റെ കൂടെയോ അലൻ്റെ ജെഫിൻ്റെ കൂടെയോ നിൽക്കുന്നില്ലല്ലോ, ഞാൻ തിരിച്ച് കൊറിയയിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണെന്ന് പറയുന്നുണ്ട്. ആ സമയം പീറ്റ് അതുകൊണ്ട് തന്നെയാണ് ഇവനെ ഞാൻ നിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്, കാരണം ടോണി ഇവൻ നിൻ്റെ അടുത്ത് ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം കിമ്മ് പറയുന്നുണ്ട് പക്ഷേ ഫുൾ ടൈം എനിക്ക് ഇവനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന്. ആ സമയം പീറ്റ് കുഴപ്പമില്ല, നീ ഫുൾ ടൈം ഒന്നും നോക്കണ്ട, ഒരു കറക്റ്റ് ടൈം ആകുമ്പോൾ എല്ലാം ഓക്കെ ആയെന്ന് ഉറപ്പാകുമ്പോൾ ഞാൻ തന്നെ അവനെ ഒന്ന് വിളിച്ചുകൊണ്ട് പൊക്കോളാം എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പീറ്റിൻ്റെ ലാബിൽ ക്രിസ് ഇപ്പോൾ വീണ്ടും ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ട്രൈ ചെയ്ത് നോക്കുന്നതും ചാർലിയുടെ ദേഹത്ത് തന്നെയാണ്. എന്നാൽ അതൊന്നും വർക്കാവുന്നില്ല. ചാർലിയുടെ പവർ അപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു എക്സ്പെരിമെൻറ്റ് വർക്കാവുന്നു എന്നറിയാനായിട്ട് അവിടെ ജെഫും ഉണ്ടായിരുന്നു, ബേബയും ഉണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്നത് പീറ്റിൻ്റെ ലാബിൽ തന്നെയാണ്. ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട്, എന്നാലും ക്രിസ് അപ്പോഴും ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പീറ്റ് വന്നിട്ട് നീ വീട്ടിൽ പോകുന്നില്ലേന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ക്രിസ് നിങ്ങൾക്ക് പോകാൻ വീടൊന്നും ഇല്ലേ, നിങ്ങളെന്താ ഇതുവരെയായിട്ട് പോകാത്തതെന്ന് ചോദിക്കുമ്പോൾ പീറ്റാണെങ്കിൽ നീ ഇങ്ങനെ ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു, നീ ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് എഴുതിയിട്ട് ഞാൻ നിനക്ക് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് കഴിക്കുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ക്രിസ് ആണെങ്കിൽ എനിക്കങ്ങനെ ഇന്ന ഫുഡേ കഴിക്കുള്ളൂ എന്നൊന്നുമില്ല, കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ കഴിക്കുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ആ സമയം പീറ്റ് അവനോട് സംസാരിക്കുന്നുണ്ട്. പീറ്റ് അവനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളപ്പോൾ ജനിച്ചപ്പോൾ തൊട്ടേ സ്റ്റേറ്റ്സിലായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. ആ സമയം അതെ, ഈ ഒരു മരുന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, ഇതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ വന്നതായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാനും ഒരിക്കൽ ഇവിടം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോവേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട്, അതെല്ലാം എൻ്റെ അച്ഛൻ കാരണമാണെന്ന് പറയുന്നുണ്ട്. ആ സമയം അച്ഛനോ, നിങ്ങളുടെ അച്ഛൻ ആരാ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് അത് ടോണി തന്നെയാണെന്നിങ്ങനെ പറയാണ്. ആ സമയം ക്രിസിന് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ പീറ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് പിന്നെ ഈ ഒരു ടോണിയാണ് എന്നെയും അലനെയും ചാർലിനെയും ബേബേനെയും എല്ലാം മക്കളെ പോലെ വളർത്തിക്കൊണ്ടിരുന്നത്, പിന്നെ അയാളിപ്പോൾ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ക്രിസ് ചോദിക്കുന്നുണ്ട് പക്ഷേ അയാൾ മരിച്ചെന്നുള്ള ന്യൂസ് എല്ലാം വാർത്തയിൽ വന്നതല്ലേ, പിന്നെ അങ്ങനെ അയാൾ ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നു എന്ന്. ആ സമയം പീറ്റ് അതെനിക്കും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ക്രിസിനോട് ചോദിക്കുന്നുണ്ട് ഇതുപോലെ മരണമില്ലാത്ത ആ രീതിയിൽ പവറുള്ള ഏതെങ്കിലും മനുഷ്യരുണ്ടോ എന്ന്. ആ സമയം ക്രിസ് ചിരിച്ചുകൊണ്ട് പറയാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള പവറുള്ള ആൾ പോലും മരിക്കും, അപ്പോൾ പിന്നെ അങ്ങനെ പവറുള്ളൊരു വ്യക്തി, അതായത് മരണമില്ലാത്തൊരു വ്യക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇനിയിപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം പീറ്റ് ഇല്ല എന്ന് പറയാണ്. പീറ്റ് ഇങ്ങനെ സംശയം വരാൻ കാരണം ടോണിക്ക് ഇത്രയും വെടിയുണ്ട് അയാൾ മരിച്ചിട്ടും അയാൾ ഇപ്പോഴും ജീവനോട് തിരിച്ചു വന്നേക്കുന്നത് കണ്ടിട്ടാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ആ സീസണിലെ റേസിങ്ങിൻ്റെ രണ്ടാമത്തെ റേസ് തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു റേസിൽ ആദ്യമായിട്ട് നമ്മുടെ നോർത്തും മത്സരിക്കാൻ കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ കാറിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഫുള്ള് പ്രാർത്ഥനയാണ്. ആ സമയം സോണിക്ക് വന്നിട്ട് നീ എന്തിനെങ്കിലും ടെൻഷനാവുന്നത്, നിന്നെ കൊണ്ട് പറ്റുമോ ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയം തന്നെ വില്ലി അതൊരു കൂളായിട്ട് നടക്കുന്നുണ്ട്. ബേബേനെ കാണുമ്പോൾ വില്ലി ചെന്ന് ചോദിക്കുന്നുണ്ട് ബേബേ ഇപ്പം നിൻ്റെ കൈ എങ്ങനെയൊക്കെ ഉണ്ട്, ഓക്കെ ആണോ എന്നൊക്കെ. ആ സമയം ചാർലി വന്നിട്ട് നീ എന്തിനാ അക്കാര്യം നോക്കാൻ വരുന്നത്, ബേബേനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ വില്ലിയാണെങ്കിൽ ഞാൻ ജസ്റ്റ് അന്വേഷിച്ചേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം അലനും അതിൻ്റെ ഇടയിൽ കയറിയിട്ട് നീ ഇവിടെ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. വില്ലിയപ്പോൾ ഓക്കെ എന്നോട് റേസ് ചെയ്യുന്ന ആൾ ഓക്കെ ആണെന്നാണ് ചോദിച്ചത്, അല്ലാണ്ട് വേറൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് വില്ലി അങ്ങ് പോകുന്നുണ്ട്. അതിനുശേഷം റേസ് സ്റ്റാർട്ടാവുന്നുണ്ട്. ആദ്യം തന്നെ വില്ലിയാണ് മുന്നിൽ നിന്ന് പോകുന്നത്. ബേബി പക്ഷേ എങ്ങനെയൊക്കെയോ കയറി ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട്. പിന്നെ വില്ലിയും ബേബിയും ആര് ഫസ്റ്റ് വരും എന്നുള്ള രീതിയിൽ സ്പീഡിനായിരുന്നു റേസ് ചെയ്തുകൊണ്ടിരുന്നത്. അതേസമയം ചാർലീനെ കാണിക്കുമ്പോൾ അവന് മുന്നിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ചാർലിയുടെ വണ്ടിയാണെങ്കിൽ ഒന്ന് തിരിഞ്ഞിട്ട് ട്രാക്കിൻ്റെ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇത് കാണുമ്പോൾ ബേബിയൊക്കെ ടെൻഷനാവുന്നുണ്ട്. എന്നാൽ അവർ വെച്ചേക്കുന്ന ഇയർഫോൺ വഴി അലൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബേബിയുടെ അടുത്തും നോർത്തിൻ്റെ അടുത്തും നിങ്ങളത് കണ്ടിന്യൂ ചെയ്ത് വണ്ടി ഓട്ടിക്ക് എങ്ങനെയും നമ്പർ 1 വരണമെന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചാർലിനെ പറ്റി ആലോചിക്കാതെ അവർ രണ്ടുപേരും സ്പീഡിന് അങ്ങോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ റേസ് കഴിയുമ്പോഴത്തേക്കും നമ്പർ 1 ആയിട്ട് ബേബി വരുന്നുണ്ട്, രണ്ടാമത് വില്ലി, മൂന്നാമത് നോർത്തും വരുന്നുണ്ട്. അങ്ങനെ റേസ് കഴിയുന്നതും ബേബി ഉടനെ തന്നെ ചാർലിയുടെ അടുത്തേക്ക് പോയിട്ട് ചാർലിയുടെ വണ്ടിയിൽ നിന്ന് അവനെ പുറത്തേക്ക് ഇറക്കിയ ശേഷം നീ ഓക്കെയാണോ, നിനക്ക് എന്താ പറ്റിയത്, വണ്ടി എന്താ പെട്ടെന്ന് അങ്ങനെ ട്രാക്കിൽ നിന്ന് പുറത്തേക്ക് പോയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ചാർലി വിഷമിച്ച് പറയുന്നുണ്ട് എൻ്റെ പവറെല്ലാം നഷ്ടപ്പെട്ട് തുടങ്ങുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അത് കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ എൻ്റെ ആകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിരുന്നേ ബൈ.